ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗൾഫ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻവീറും നിസാറുമാണ് 360 റേഡിയോയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിലിം റിവ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഫിലിം റിവ്യൂസ് വലിയ വൈറലാവുന്ന ഒരു കാലത്ത് ഫിലിം റിവ്യൂസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അത് തന്നെ ഒരു പ്രൊഫഷനായിട്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫിലിം റിവ്യൂസിൻ്റെ കാഠിന്യം ചിലപ്പോൾ അത് വല്ലാണ്ട് കൂടിപ്പോകുന്നു, ക്രിറ്റിസിസം കൂടിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഫിലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നതൊക്കെ വളരെ വ്യക്തി കേന്ദ്രീകൃതമാണ് അതിൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അതിനെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇത് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, ഏതറ്റം വരെ ഒരു ആർട്ടിനെ നമുക്ക് കീറി മുറിക്കാമെന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ചില സിനിമകളുടെ ഒരു റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ തിയേറ്ററിൽ കാണുന്ന ആളുകൾക്കൊക്കെ ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, ബട്ട് ചില റിവ്യൂസ് ഇപ്പോഴും അതിനെക്കുറിച്ച് മോശമാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച വരുന്നതുകൊണ്ട് തന്നെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഫിലിം റിവ്യൂസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുമ്പോൾ ഇന്ന് നമ്മൾ ഫിലിം റിവ്യൂസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഫിലിം റിവ്യൂസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ നിസാർ? നിസാർ ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്കിഷ്ടം തോന്നുകയാണെങ്കിൽ മാത്രം എനിക്ക് അത് ഒരു പക്ഷേ അതിലെ നല്ല അഭിപ്രായങ്ങൾ, പൊതുവെ ലഭിക്കുന്ന നല്ല അഭിപ്രായങ്ങൾ, ഒരു എന്നെ സംബന്ധിച്ച് റിവ്യൂ എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു റിവ്യൂ പോലും ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, അത് കേട്ടിട്ടില്ല. പിന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്, പിന്നെ ചില സൈറ്റുകളിലൊക്കെ വരുന്ന റിവ്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു സമയത്തൊരു ഒരു ഹോബിയായിരുന്നു, പ്രത്യേകിച്ച് വെബ്സൈറ്റുകളിലൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ ഞാൻ ഇന്നേ വരെ ഒരു റിവ്യൂ പോലും മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ചില കോപ്രായങ്ങൾ കാണിക്കുന്നത് ചില സമയത്ത് വൈറലാവുന്ന സമയത്ത് ഇതെന്താണ് എന്നറിയാൻ വേണ്ടി കണ്ടു എന്നല്ലാതെ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, അതാണ് സംഭവം. കാരണം ഒരു സിനിമ ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടത്തിന് കാണണം. മറ്റൊരാളുടെ അഭിപ്രായം തലയിൽ വെച്ച് കാണുന്നത് എനിക്കത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ തനിവരോട് പല സമയത്തും പറയാറുണ്ട്, സിനിമ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കഥ എൻ്റെ മുന്നിൽ പറയരുത് പറയാറുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ആ കഥ എൻ്റെ ആംഗിളിൽ കാണണമെന്നുണ്ട്. അതൊരു ഫ്രീ മൈൻഡിൽ കാണണം. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു അനുഭവം തന്നെയാണത്. ചില ആളുകൾ അല്ലെങ്കിൽ ചില സമയത്ത് ചില സിനിമയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു, ചില വിശകലനങ്ങൾ നമ്മൾ അതിലൂടെ പോകുന്നു. അങ്ങനെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും അതിലേക്ക് ഡൈവേർട്ടായി പോകുന്നൊരവസ്ഥയുണ്ടാവും. അതിന് ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ആവിഷ്കാരം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു ചിന്ത എനിക്കതിൽ കിട്ടില്ല. ഞാൻ വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമായിട്ടോ പറയുന്നത്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഒരാളും അങ്ങനെ ആയിരിക്കുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് മറ്റൊരാളുടെ വീക്ഷണത്തിന് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ സംഭവം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ എന്നുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ റിവ്യൂ എന്നുള്ളതിനെ കുറിച്ചിട്ട്, ആ സംഭവത്തെക്കുറിച്ചിട്ട് ചിലത് നല്ലതാണ്. ചില സിനിമകൾക്ക് പ്രോത്സാഹനം എന്നുള്ള നിലക്ക് ചില ചെറിയ പടങ്ങളൊക്കെ കയറാൻ അത് വലിയ സഹായകരമാകുന്നുണ്ട്. പക്ഷേ നല്ലത് പറയുന്ന സമയത്ത്. പക്ഷേ ഇത് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കൺസേൺ എന്ന് പറയുന്നത്. ഒരു സിനിമ ഇറങ്ങി, പ്രത്യേകിച്ച് 1 കോടി ഏറ്റവും ചുരുങ്ങിയതൊരു പടത്തിന് മുടക്കുമെന്നുണ്ടാവും. അപ്പോൾ പണം മുടക്കിയ ആളുകൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ള പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അത്രയും പൈസ മുടക്കി, അത്രയും സംഭവമൊക്കെ മുടക്കിയിട്ട് ഒരാൾ ചെയ്തിട്ട് അന്ന് തന്നെ അതിനടിച്ച് താഴ്ത്തുക എന്ന് പറയുന്നത്, അതും ഒരു റൂമിൽ ഒരു ചിലവും ഇല്ലാതെ ഒരാൾ ചെയ്യുന്ന സമയത്ത്, അത് സ്വാഭാവികമായിട്ടും ഏതൊരാളെയും ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ തൻവീറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്താണ് തൻവീറിൻ്റെ റിവ്യൂ? ഞാൻ റിവ്യൂ നോക്കുന്ന ഒരാളായിരുന്നു. ആക്ച്വലി ഞാൻ കൺവേർട്ട് ആയാളെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ മാറിയതാണ് അതിൽ നിന്ന്. ഞാൻ ഫിലിം റിവ്യൂസ് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. എനിക്ക് നിസാർ ഇപ്പോൾ വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫിലിം റിവ്യൂ എനിക്കൊന്ന് ഇന്ത്യ വിഷനിലാന്ന് തോന്നുന്നു. മനീഷ് നാരായണൻ്റെ ഫിലിം റിവ്യൂവിൻ്റെ ഒരു വലിയ ഒരു ഫോളോവർ ആയിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനീഷ് നാരായണ ഒരു സിനിമയെ കുറിച്ച് പറയുന്നതും. ഞാൻ വായിച്ചത് സൗത്ത് ലൈവിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ആ സമയത്ത് കുറച്ച് കാലം വർക്ക് ചെയ്തു, അതിൽ എഴുതുമായിരുന്നില്ല ആ സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് കാണുമായിരുന്നു. അത് കാണുന്നത് ഈ പറഞ്ഞ പോലെ അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഫിലിമിൻ്റെ റിവ്യൂ കണ്ടിട്ട് ആ സിനിമ കാണുമ്പോൾ നമ്മുടെ ടേസ്റ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ട്, പുള്ളി പറയുന്നതും നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഒരാളെ ഫോളോ ആവുന്നത്. എനിക്കൊന്ന് ബാക്കിയുള്ളവരെ അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്തേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് വലിയ ഫോളോവേഴ്സൊക്കെ ഉണ്ടാവുന്നത് ആ കാണുന്ന ആളുകളുടെ ടേസ്റ്റും പുള്ളിയുടെ ടേസ്റ്റും സിമിലർ ആയി എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അങ്ങനെ മനീഷ് നാരായണൻ്റെ പോലെയുള്ള ആളുകളുടെ വീഡിയോസൊക്കെ ആ സമയത്ത് കാണുമായിരുന്നു. എനിക്ക് അന്ന് റിപ്പോർട്ടറിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് സിനിമയെ വിലയിരുത്തുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു.
പക്ഷേ പിന്നീടുള്ള സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ റീസെൻ്റ്ലി ഈ പറഞ്ഞ പോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ഫിലിം റിവ്യൂവേഴ്സിൻ്റെത് ഞാൻ കാണുന്നത് നിർത്തിയത് 2-3 കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ കുറേ കാര്യങ്ങൾ അവർ വല്ലാണ്ട് പറഞ്ഞു കളയും. ഐ മീൻ സിനിമനെ പോസിറ്റീവോ നെഗറ്റീവോ ആക്കുന്നില്ല, അവരൊരു ഒരു ഒരു സാധനം പറയും, അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ പറയും അവർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ഇപ്പം ഇങ്ങനെ കറക്റ്റ് എക്സാമ്പിൾ ഒരു ഇതായിട്ട് പറയാം. നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ആ വീട്ടിലൊരു വേലക്കാരിയുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു കിടിലൻ സംഭവമാണ് അവർ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്നത്. അവരുള്ളൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം വരാനുണ്ട്. ഈ സാധനം ചിലപ്പം ഭയങ്കര സർപ്രൈസോ അല്ലെങ്കിൽ പോലും ആ വേലക്കാരി അവിടെ നിന്ന് ഇറങ്ങിക്കും, പിന്നെ നമ്മുടെ മനസ്സിൽ ആ വേലക്കാരി എന്താ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ, ആ വേലക്കാരി പെട്ടെന്നൊരു ട്വിസ്റ്റ് സാധനമുണ്ട്, പിന്നെ വേലക്കാരി ആ ചെയ്യുന്ന സംഭവത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അത് അവർ ഭയങ്കര ഇതിനു വേണ്ടി പറയുന്നതാണ്, ബട്ട് അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ആദ്യം നിർത്തിയത്. പിന്നെ ഇതിൻ്റെ വിമർശനങ്ങളൊക്കെ മറ്റൊരു വശമാണ്. ഈ പറഞ്ഞ പോലെ ഇത് എപ്പം വിമർശിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പം എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരിതിനെ ഉപയോഗിക്കുന്ന രീതിയാണ്. അതിപ്പോൾ ഒരു ഫിലിം ലവറായിരിക്കും എപ്പോഴും ഒരു ഫിലിം റിവ്യൂർ ആവുക. എനിക്ക് പലപ്പോഴും ഇവർ ഫിലിം ഹേറ്റേഴ്സ് ആണെന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ചില ആളുകൾ ചെയ്യുക. ഈ സിനിമ കാണാനേ പാടില്ല, ഈ സിനിമ അതല്ലെങ്കിൽ അവർക്കത് വ്യൂസ് കിട്ടാനുള്ള ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്, അതൊരു ഷോ ആയി മാറുന്നുണ്ട്. സെൽഫ്, അതായത് സ്വയം എനിക്ക് മാത്രം നന്നാവണം എന്നുള്ളൊരു ചിന്ത അതിൽ വരുന്നതോടുകൂടിയാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇപ്പം പറഞ്ഞ പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുക എന്ന് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ മാത്രമേ ഞാൻ സിനിമ റിവ്യൂവിന് പോകുള്ളൂ. കാരണം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ കളറിങ് പാറ്റേണിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിലെ അഭിനേതാക്കളുടെ ഡെപ്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫിലിമിൻ്റെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ സംഭവം ഉണ്ടെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു റിവ്യൂ ഒരു കംപ്ലീറ്റ് റിവ്യൂ എന്ന് പറയുള്ളൂ. അപ്പോൾ പല റിവ്യൂകളും ലാലേട്ടൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് വരുന്നു, അതിങ്ങനെ കാലെടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ കൈ എടുത്ത് വെക്കുന്നു, പിന്നൊരു സംഭവമാണ്. ഇത് സിനിമയുടെ കഥയാണ് മിക്കപ്പോഴും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ എങ്കിൽ പോലും കണ്ട ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമയുടെ ഭാഗങ്ങളാണ് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന സംഭവങ്ങളൊന്നും ഇത് എനിക്ക് ഞാൻ വീണ്ടും പറയുന്നത് കാണാത്തതുകൊണ്ട് അറിയില്ല, അങ്ങനെയാണ് പലതും തോന്നുന്നത്. എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയണത് തോന്നിയൊരു തന്നീർ പറഞ്ഞതിന് ബന്ധപ്പെട്ട സംഭവമുണ്ട്. ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എപ്പോഴും വായിച്ചതാണ്. ഇവർ ദൃശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ സിനിമ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് ക്ലൈമാക്സ് സീൻ ഇങ്ങനെ ഡോറിലൂടെ നോക്കിയിട്ട്, എടാ ലാലേട്ടൻ അവൻ്റെ ബോഡി പോലീസ് സ്റ്റേഷൻ അടിയിൽ കുഴിച്ചിട്ടുണ്ടെന്ന് വിളിച്ച് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ഇവരെ നോക്കിയെന്ന് പറഞ്ഞിട്ട്. കാരണം ആ സിനിമയുടെ ക്ലൈമാക്സ് അതെ, ആ സിനിമ എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ മുഴുവൻ വർക്കൗട്ട് ചെയ്യുന്നത്. അത് പറഞ്ഞോടുകൂടെ സിനിമ തീർന്നില്ലേ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ചില ആളുകളൊക്കെ ഈ റിവ്യൂസിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ അതാണ്. അതായത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുന്ന സൂചനകൾ നൽകുക, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുക, അത് നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞു വെക്കുക. ഇതൊക്കെ പറയുന്നത് ഏറ്റവും മോശപരമായിട്ടുള്ളൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതൊരു ആർട്ടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആർട്ടിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക എന്നുള്ളത് അതൊരു മറ്റൊരു ആർട്ടാണ് എന്ന് പറയുന്ന പോലെയാണ്. അത് ഭയങ്കര പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അത് നമുക്കതിന് ഇതിൽ തന്നെ ഇവരുടെയൊക്കെ തന്നെ എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ആരാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഓർമ്മയില്ല, ഇതൊരു ഫേമസ് ആയിട്ടുള്ള റിവ്യൂർ ഭീഷ്മപർവം ഒക്കെ വളരെ മോശം സിനിമയാണ് എന്ന് പറഞ്ഞ അതാണ്. അത്തരം എക്സാമ്പിൾസ് ഉണ്ട്. ഇവർക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് വലിയ രീതിയിൽ ഇഷ്ടമാവുന്നതുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആരോടോ എന്തോ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി മീൻസ് ഞാനൊരു ഭയങ്കര ഒരു ഗ്രേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നൊരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ ആരോ പറയണ്ടായിരുന്നു, അത് എന്തുപാടാ, അത് ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് ഞാൻ പോയതാണ്, ഒട്ടും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഈ സിനിമ ഉള്ളത്. അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇവർ റിവ്യൂ ചെയ്യാനെന്നാണ് തോന്നുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു സിനിമ എന്നുള്ളതല്ല, ഏതൊരു സംഭവം എന്നുള്ളതും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ചില സിനിമകൾ, ഇപ്പോൾ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ ഭയങ്കര സംഭവമായിട്ട് ഞാൻ പോയി കണ്ടിട്ട് അത്ര കേട്ടിട്ട് പോയി കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് കുറേ പേർക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, ഞാൻ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം അപ്പം എനിക്ക് അത്രത്തോളം ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ചില സിനിമകളുണ്ട് ബാക്കിയുള്ളൊരു ഭയങ്കര ഹൈപ്പ് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൽ ഈ പറഞ്ഞ പോലെ ഈ റിവ്യൂസിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. കാരണം എൻ്റെ തലയിലേക്ക് ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്, ഇതിങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അവിടെ എത്തുന്ന സമയത്ത് ഈ പൊക്കാനുള്ളൊരു സാധനം അവിടെ കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ആള്
ഡെസ്പാവാണ്, നീ എന്തിനാണ് വന്നതെന്നുള്ള എൻ്റെ തല എന്നോട് തന്നെ ചോദിക്കുകയാണ്. സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ അങ്ങനെ ഒരു സിനിമയ്ക്ക് നമ്മൾ പോകേണ്ട ഒരു, അല്ലെങ്കിൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പിന്നെ ഈ റിവ്യൂ പറയുന്നതെല്ലാം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇഷ്ടങ്ങളുണ്ടാവും, അനിഷ്ടങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും, താല്പര്യമില്ലായ്മയുണ്ടാവും, അന്നത്തെ മൂഡുണ്ടാവും, ഇങ്ങനെ പല ഘടകങ്ങളുണ്ടാവും. അയാൾ കാണുന്ന സമയം, സ്ഥലം, സീറ്റ്, കാലാവസ്ഥ, ഇതെല്ലാം സിനിമയെ ബാധിക്കും, അല്ലെങ്കിൽ ഏതൊരു വർക്കിനെയും ബാധിക്കും. കാരണം ഒക്കെ പല രീതിയിൽ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണല്ലോ. ഇപ്പം അയാൾ പറയുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കൊരു പക്ഷേ അത് അങ്ങനെയല്ല പറയേണ്ടതെന്നുള്ള തോന്നൽ വരെ ഉണ്ടാവും. അപ്പം ഇവൻ നമ്മുടെ വീഡിയോ കേഷൻ നമ്മൾ ചിലപ്പോൾ പറയാനുണ്ട്, അന്ന് പറയാൻ വിട്ടുപോയല്ലോ എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ റിവ്യൂസിലൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൽ ഔട്ട് വരുന്നത്. കാരണം ഒരിക്കലും ഒരു കൃത്യമായ സ്ക്രിപ്റ്റഡ് അല്ല, വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുക ഓക്കെ ഇതാണ് ശരി എന്നുള്ളത്, അതായത് അവനും ഇയാളുടെ മൈൻഡിലേക്ക് അങ്ങ് പോകും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഒരുപാട് പേര്, കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത്രയധികം മില്യൺസ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വ്യൂസ് ഈ സിനിമയ്ക്ക് വരുന്നത്. ഇയാളുടെ താല്പര്യമുള്ള കുറേ ആളുകളുണ്ടാവും. പക്ഷേ അവരിലേക്കെല്ലാം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഈ സിനിമ നരേഷൻ അല്ലെങ്കിൽ സിനിമ സ്റ്റൈലിനെ തന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇവർ കാരണം ഉണ്ടായ കുറച്ച് ഗുണങ്ങളുണ്ട്. അത് സിനിമകളിൽ നമ്മൾ ക്രിഞ്ച് എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ചില പാറ്റേണുകൾ, സ്ഥിരമായിട്ടുണ്ടായിരുന്ന ചില ക്ലീശകൾ, ചില രീതികൾ, എങ്ങനെയെങ്കിലൊക്കെ എടുത്തിട്ട് സിനിമ പോയാൽ മതി എന്ന് തോന്നിയിരുന്ന ചില സംവിധായകർ, അവരുടെയൊക്കെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും സിനിമ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും, ഇവൻ എന്നെ ആളുകളുടെ ഇടയിൽ എടുത്തിട്ട് ഉടുക്കുമല്ലോ എന്നുള്ള കാര്യം ആലോചിക്കും. അതുകൊണ്ട് തന്നെ സിനിമ കുറച്ചും കൂടെ ഗൗരവത്തിലാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടെ ഗൗരവം ഈ ഒരു സിനിമ മേക്കിങ്ങിലും അഭിനേതാക്കളുടെ ഇടയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പഴയ അഭിനേതാക്കളൊക്കെ എടുത്തിട്ട് ഇപ്പം ഇപ്പോൾ ഉള്ള അഭിനേതാക്കളുടെ പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് അലക്കുന്നത് കൊണ്ട് തന്നെ നാളെ ഇതൊരു വിഷയമാകുമോ എന്നുള്ളൊരു സംഭവം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അല്ല, ഇത് തന്നെയാണ് നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും റിവ്യൂവിനും വിമർശനത്തിനും എതിരല്ല. കലയ്ക്ക് കൃത്യമായിട്ട് വിമർശനം ഉണ്ടാവണം, അത് സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ നന്നാവുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, നമുക്ക് ഒരു വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ ഇത് കൺസ്ട്രക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാവരുത്. കാരണം ചിലപ്പം എൻ്റെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഞാൻ റിവ്യൂസിനെ ഭയങ്കരമായിട്ട് എതിർക്കുക എന്നുള്ളതല്ല. കാരണം ഏതൊരു വർക്കിനും, ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിനും വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശകരിൽ നിന്നാണ് നമ്മൾ ഈ മാറ്റം വരുത്തുന്നത്. കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ തെറ്റുകൾ പറയുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ നമ്മുടെ മോശം വശങ്ങൾ പറയുന്നുണ്ടാവും. ചിലത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, സങ്കടം വരും, ഇതൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അത് നമ്മുടെ മൈൻഡിൽ അടുത്ത തവണ ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അത് തന്നെയാണ് റിവ്യൂയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയം, ചെയ്യുന്ന രീതി, അതൊക്കെ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത് ഒരുപാട് ആളുകളെ കൃത്യമായിട്ട് തകർക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് പേരൊക്കെ എടുത്ത് പറയുന്ന സമയത്ത് അയാളുടെ കരിയറും ലൈഫും എല്ലാം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ക്യാരക്ടറൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അവർ പറയണം അത് വെറുപ്പിച്ച് കളഞ്ഞു എങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആർട്ടിസ്റ്റാണ്, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മെൻഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും ഒക്കെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം തോന്നുന്നു. നമ്മൾ ഈ സംവിധായകരും അത്തരത്തിലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നിയത്, പടം ഏതാണെന്ന് ഓർമ്മയില്ല, ഈ ജിയോ ബേബി അതിനൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മല്ലു അനലിസ്റ്റൊക്കെ മുമ്പ് വലിയ രീതിയിൽ സിനിമ റിവ്യൂസൊക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതോ പടം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ജിയോ ബേബി ആണോ എനിക്കറിയില്ല, ജിയോ ബേബിൻ്റെ ഒരു പടം അത് അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ പോലെയാണ്. അപ്പോൾ ആ പടത്തിനെ വല്ലാണ്ട് വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ജിയോ ബോബിയുടെ ഹിറ്റായിട്ടുള്ള പടം വരുന്നത്, മറ്റേ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വരുന്നത്. അപ്പോൾ അതിനെ അഭിനന്ദിച്ചപ്പോൾ ആദ്യത്തെ പടത്തിൻ്റെ വിമർശനത്തിൻ്റെ താഴെ ജിയോ ബോബിയുടെ കമൻ്റ് ഉണ്ട്, നെക്സ്റ്റ് ടൈം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തതിൽ, അടുത്തതിൽ ഞാൻ നന്നാവും. എന്നിട്ട് ഈ അടുത്തതിൽ നന്നായിട്ട് അവൻ ആ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ താഴെ പോലും ജിയോ ബോബിയുടെ കമൻ്റ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ, അങ്ങനെയാണ് ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു മേക്കർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്.
എങ്ങനെ അത് ഇമ്പ്രൂവ്മെൻ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലായിരിക്കണം ക്രിറ്റിസിസം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് അവരെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ സോപ്പ് വാങ്ങിച്ചു, ആ സോപ്പിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് പറയണ്ടേ, ബട്ട് സോപ്പ് പോലെ ഒരു പ്രോഡക്റ്റ് അല്ല ഇത് എന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആർട്ട് വർക്കാണ് എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വിമർശനമാണ് വേണ്ടത്. വിമർശനം ഡെഫിനറ്റ്ലി വേണം, വേണ്ട എന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായം അല്ലേ. ഈ സിനിമയുടെ കാര്യത്തിൽ ഞാൻ ചില സമയത്തൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു സോപ്പ്, അത് സോപ്പ് എന്നുള്ള പ്രൊഡക്റ്റ് ആ കമ്പനിക്ക് പൊട്ടിക്കഴിഞ്ഞാലും അവിടുത്തെ മെഷീനറീസിലും അയാൾക്ക് എടുത്തിട്ട് വിൽക്കാൻ പറ്റും. സിനിമ എന്ന് പറയുന്നൊരു സാധനം അത് മോശമായി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർക്ക് ആകെ ഉണ്ടാവും ഇത്ര പോകുന്ന വട്ടത്ത് പോകുന്നൊരു സ്ക്രീഡിയോ അല്ലെങ്കിൽ ഇത്ര പോകുന്നൊരു റീലായിരിക്കും ഉണ്ടാവുക. വേറെ ഒന്നും ആ പ്രൊഡ്യൂസറുടെ കയ്യിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ടൊരു അസറ്റ് എന്ന് പറയാനുണ്ടാവില്ല. ഒരു ആർട്ടിൻ്റെ ഒരു പ്രശ്നമാണത്. പ്രശ്നമല്ല, അതിൻ്റെ രീതി അതാണ്. നമ്മൾ വേറെ ഏത് ബിസിനസ് എന്തെടുത്ത് നോക്കുകയാണെങ്കിലും അയാൾക്ക് അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു കിട്ടാനുള്ള സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സിനിമ 8 നില പൊട്ടുന്നൊരു സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് 8 നില പൊട്ടിയത് തന്നെയാണത്. കാരണം ഒരു രൂപ ചില തിയേറ്ററിൽ ചില ആളുകളെ ഇപ്പം ഇവിടെ വരുന്ന ചില പ്രൊഡ്യൂസർമാരുടെ സിൽബന്ധികളായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പം അവർ പറയുന്ന സംഭവമാണ്, ഇപ്പോൾ 1 കോടിക്ക് പടം പറഞ്ഞു സംവിധായകർ, പടം തീർത്തത് 1.5 കോടിക്ക് 2 കോടിക്കായിരിക്കും. എന്നിട്ട് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ആകെ 5000 രൂപ, 10000 രൂപ, മാക്സിമം 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, ഇതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടാവുക. ബാക്കി ആ പൈസ ബാക്കി എല്ലാം പോയി, എല്ലാം തീർന്നു, ഇല്ലാതായി പോയൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നെ അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ലോസാണ്. കാരണം ആരുടെയാലും പൈസ തന്നെയാണല്ലോ, വെറുതെ ആർക്കും കിട്ടില്ലല്ലോ. ഒരാൾ എങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണെങ്കിലും എന്ത് സംഭവം പൈസയാണെങ്കിലും അത് അയാൾ ഒരുപാട് അധ്വാനിച്ച് ഒരാളുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതെല്ലാം ഓരോ പൈസയുടെ പിന്നിലുണ്ട്. ഇവൻ തട്ടിപ്പ് നടത്തിയ പൈസയാണെങ്കിൽ പോലും അതിനൊരു അധ്വാനം അയാൾ നടത്തിയിട്ടുണ്ടാവും, വാട്ടവർ. പക്ഷേ നടത്തിയെന്നല്ല പറയുന്നത്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നഷ്ടമാവുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഒരു പക്ഷേ ചില റിവ്യൂകൾ കാരണം. നല്ല റിവ്യൂകൾ ഉണ്ട്, സിനിമ നന്നാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ വേറെയുണ്ട്. പിന്നെ ഇതിന്റെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാൻ വരില്ല. അതാണ് അവരും അടുത്തൊരു പ്രശ്നമാണ്. ഇൻഡയറക്ട്ലി അവർ രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതാണ്. അതിൻ്റെ ഒരു തംബ്നെയിലാണെങ്കിലും അത് ആ ഒരു റിവ്യൂ തുടങ്ങുന്ന കേസാണെങ്കിലൊക്കെ നല്ലത് കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. അവരൊരു സിനിമയുടെ ഒരു നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ അതിനാണ് റീച്ച് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്, ട്രൂ. അപ്പോൾ അവരെ മാത്രം കുറ്റം പറയരുത്, കാണുന്ന നമ്മളും അതിൽ ഉത്തരവാദികളാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് നമ്മൾ റിവ്യൂസിനെ കാണുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോറി. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.